ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ് ജയശ്രീ ഗോവിന്ദൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻഷുറൻസിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്തിന് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് ഒരു സംഭവത്തോടു കൂടി ഒന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു സംഭവ കഥയാണ് ഞാൻ ഇതിനു വേണ്ടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ കാറിൽ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു വീടിൻ്റെ സൈഡിൽ കൂടി ഒരു കോഴി ഈ കാറിന് വട്ടം ചാടി. ആ കോഴിയെ ഒന്ന് ഇടിച്ചിട്ടിട്ടാണ് ഈ കാർ അവിടെ നിന്നത്. അവിടെ അടുത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടി. അപ്പോൾ ഒരു സ്ത്രീ ഓടി കരഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ കോഴിയെ കൊന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വന്നു. ആകെ ആളുകൾ കൂടി, ആകെ വേളായി. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 250 രൂപ എടുത്തിട്ട് ആ സ്ത്രീയുടെ നേരെ നീക്കിയിട്ട്, ഈ പൈസ എടുത്തോളൂ, ആ കോഴി എടുത്ത് എൻ്റെ ഡിക്കിയിൽ വെച്ചോളൂ. അപ്പോൾ അവർ ഭയങ്കര ശബ്ദത്തിൽ ദേഷ്യപ്പെട്ട് അവർ ചോദിച്ചു, നിങ്ങളെന്താ ആളെ കളിയാക്കാണ്, 250 രൂപയും തന്നിട്ടെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു, ചേച്ചി ഇത് കടയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് 200 പോലും കിട്ടില്ലല്ലോ, അപ്പോൾ ഇത് 250 രൂപയുണ്ടല്ലോ. അപ്പോൾ വേഗം ആ സ്ത്രീ പറയും, എനിക്കൊരു 5000 രൂപ വേണം. അപ്പോൾ ഇതെന്താ, ഇത് വെള്ളരിക്കാൻ പറ്റണോ, ഒരു കോഴിക്ക് 5000 രൂപയൊന്നും ഇവർ ചോദിച്ചു. അപ്പോൾ അവർ പറയാണ്, ഈ കോഴി നല്ല മുട്ടയിടുന്ന ഒരു കോഴിയാണ്. ആ കോഴി ഒരു 4 വർഷത്തേക്കെങ്കിലും ഇനി മുട്ടയിട്ടാൽ ഒന്ന് കണക്കാക്കി നോക്കും, ഒരു മുട്ടയുടെ ഇപ്പോഴത്തെ പൈസ വെച്ചിട്ട് ഒന്ന് കണക്കാക്കി നോക്കും, എനിക്ക് എങ്ങനെയായാലും ഒരു 5000 രൂപ നഷ്ടമാണ് എന്ന് പറഞ്ഞു. ഇവരാകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു നാട്ടിൻപുറത്തുകാരിയായ വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയുടെ വായിൽ നിന്നും വന്ന വാക്കുകളാണ്. ആ കോഴിക്ക് അവരെത്ര വില കൽപ്പിക്കുന്നു എന്നുള്ളത്. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യജീവന് എത്ര വില വരും? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവൻ്റെ വില ഒന്ന് നിശ്ചയിക്കാൻ കഴിയുമോ? ഒരു വ്യക്തിയുടെ അഭാവത്തിൽ നഷ്ടമാകുന്ന വരുമാനത്തിൻ്റെ തുല്യ സംഖ്യയെങ്കിലും ആ കുടുംബത്തിന് കിട്ടേണ്ടതല്ലേ? അപ്പോൾ നിങ്ങൾ പലരും ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഇൻഷുറൻസ് എടുക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നാണ് ചോദിക്കാനുള്ളത്, ഒരു കോഴിയുടെ വിലയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനുണ്ടോ? നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവന് എന്ത് വിലയുണ്ടെന്ന് നമ്മൾക്കറിയില്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ അഭാവത്തിൽ നമ്മൾ കൊണ്ടുവന്നിരുന്ന ആ ഒരു ഇൻകം നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെടുകയില്ലേ? അപ്പോൾ നമ്മൾ ഇല്ലാതെയായാൽ ആ ഇൻകം അവിടെ റീപ്ലേസ് ചെയ്യണ്ടേ? അതിനു വേണ്ടിയെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമല്ലേ? അപ്പോൾ ഇതുവരെ ഇൻഷുറൻസ് എടുക്കാത്തവരും ഇൻഷുറൻസിൽ താല്പര്യമില്ല, അത് വേണ്ട എന്ന് ചിന്തിച്ചവരും ഒരു മിനിറ്റെങ്കിലും ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ജീവന് ആ കോഴിയുടെ വിലയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ആ ഒരു കോഴിയെ വളർത്തുന്ന ആ സ്ത്രീക്ക് പോലും ആ കോഴി നഷ്ടപ്പെട്ടപ്പോൾ എത്ര വരുമാനമാണ് നഷ്ടമായെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞു. അതേസമയം നമ്മൾ നഷ്ടപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നത്? ആ കുടുംബത്തിലെ വരുമാനം നിലച്ചു പോവില്ലേ എന്ന് ഒന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഇൻഷുറൻസിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ വില മനസ്സിലായെങ്കിൽ, നിങ്ങളുടെ ജീവനെ നിങ്ങൾ ഇൻഷുർ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക, സുരക്ഷിതരായിരിക്കുക. താങ്ക് യു. ബൈ ബൈ.